സർഗവേദികളെ സ്വർഗഭൂമികളെ യവനികനൊറിയുകയാ ജീവിതമുഖപടമെഴുതുകയാ കാലം കഥകളിൽ ഉണരുകയാ സർഗവേദികളെ മൂന്ന് വർഷം കൊണ്ട് പണിയുടെ സെറ്റാണ് ഇതുവരെ പണി തീർന്നില്ലേ? ഈ പണി തീരുന്നതിന് നാടകം ഏക്കാൻ പോയത് ഒന്ന് നോക്കണ്ടായിരുന്നോ? സെറ്റ് തീർന്നോ ഇല്ലയോ ഒന്നും നോക്കാൻ അങ്ങ് ഏക്കോ അങ്ങ് പരിപാടി. 3 വർഷം കൊണ്ട് ഞാൻ ക്യാമ്പ് ഇട്ടാണ്. 3 വർഷം ആര് പരിപാടി വെച്ചിട്ട് എനിക്ക് കൊടുക്കാൻ പറ്റില്ല. ആരും ഡയലോഗ് പഠിച്ചില്ല. അതുകൊണ്ടാണ് ഞാൻ 3 വർഷം ക്യാമ്പ് ഇട്ടത്. അന്ന് ബുക്ക് ചെയ്ത പരിപാടിയാണ്. ഇന്നത് കളിച്ചില്ലെങ്കിൽ ഒരു വീട്ടിൽ കയറി കൊല്ലും എന്ന് പറഞ്ഞു. ഇന്നലെ സാധനം ഇറക്കി തന്നത് എന്ത് ചെയ്യാനാ? അണ്ണാ ഫസ്റ്റ് സീനിലെ ഡയലോഗ് മൊത്തം അറിഞ്ഞുകൊള്ളുന്നത് എങ്ങനെ പറയുന്നത്? ഞാൻ അതാണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. എടാ ഞാൻ എഴുതിയ സ്ക്രിപ്റ്റ് അല്ലേ, കുറുക്കി കൊള്ളുന്ന ഡയലോഗ് അപ്പൊ അത് പറയാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. ഭയങ്കര ഡയലോഗ് തന്നെ. നിങ്ങൾ ഫസ്റ്റ് എനിക്ക് എഴുതിയ ഡയലോഗ് തന്നെ കേട്ടോ. ഔത്തുങ്ങൾക്കൊക്കെ സുഖം തന്നെയെന്ന്. ഏത് കോടതിയാണ് അങ്ങനെ പറയണത്? ഔത്തുങ്ങൾക്ക് സുഖം തന്നെയെന്ന്. ഔത്തുങ്ങളാ? ഓ എനിക്ക് അറിഞ്ഞൂടാ. ഇവിടെ പിന്നെ ഔത്തുങ്ങളെന്നല്ലാതെ ഇത്തുങ്ങളെന്ന് പറയാൻ പറ്റുമോ? ഈ ഔത്തുങ്ങൾ അർത്ഥം പറഞ്ഞാ അവർക്കൊക്കെ സുഖം തന്നെയാണ്. അവർക്കൊക്കെ സുഖം തന്നെയാണ്. ഇവക്ക് മാത്രമേ അറിയാം ഇയാൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന്. ഇവക്ക് മാത്രമേ പിടികിട്ടുന്നുള്ളൂ. ഇവിടെ സുഹൃത്തെ, നിങ്ങൾ അവളെ ഉദ്ദേശിക്കാനുള്ള ഡയലോഗ് എഴുതരുത് നാടകത്തിൽ. അവൾക്ക് വേണ്ടുള്ള ഡയലോഗ് എന്റെ ഭാഷയിൽ ഞാൻ എഴുതും. ഔത്തുങ്ങളെന്ന് പറഞ്ഞാൽ നിനക്കെന്ത്? നിങ്ങളുടെ ഭാഷയിൽ നിങ്ങൾ കേരളം മുട്ടായി കളിക്കേണ്ടത്. നീ ഡയലോഗ് പഠിച്ചാ പിന്നെ നിങ്ങൾ ആദ്യം നല്ല പാന്റ് ഇതാ. ഇതുണ്ടാ ഇതെന്താ മുക്കറിയില്ല ഇതാ. അത് നീളമുള്ള പാന്റ്. 3 വർഷം മുമ്പ് അളവെടുത്ത് വെച്ച പാന്റ് അല്ലേ? നിനക്ക് പൊക്കം കൂടി എന്റെ കുറ്റമാണ്. പിന്നെ വേറൊരു കേസ്, താഴെ ഇരിക്കുന്ന ഓഡിയൻസിനെ ഒന്നും കാണാൻ പറ്റൂല. അത് ഒരു വെളിയിലല്ലേ? അപ്പൊ നാടകം കഴിയുമ്പോ എല്ലാരും കാണുമല്ലോ. എന്തിന്? നാടകം കഴിയുമ്പോ നാടകം പൊളിയൂലേ? അടിക്കാൻ വേണ്ടി അകത്ത് കയറൂ. പാന്റ് കാണൂലേ? ഇതിനകത്ത് വളക്കില്ല. ഒന്നാമത് കറുത്ത കോട്ട് വിട്ടോണ്ടിരിക്കുന്നു. തട്ട് നിർത്തടാ. നീ ഡയലോഗ് എല്ലാം പഠിച്ചാ? എന്തിന്റെ തട്ടടിക്കാൻ കൊടുക്കാൻ സമയം ഇതുവരെ എന്തിന്റെ ഡയലോഗ്? നിങ്ങളെല്ലാം ജഡ്ജി. ആ ജഡ്ജി ഞാനിവിടെ അന്നനെ മുന്നിൽ വരുന്ന ഒരു എനിക്ക് എഴുതാനും വായിക്കാനും അറിയത്തില്ല. എന്നെ പിടിച്ച് ജഡ്ജി ആക്കി വെച്ചു. ഞാൻ എന്തോ ചെയ്യാനാന്ന് പറഞ്ഞിരിക്കുന്നത്. എന്റെ പണി സെറ്റിന്റെ പണിയാണ് നീ പകുതി പോലും ആയില്ല. എടാ ഇവനെ ഞാൻ വിളിക്കാൻ ചെന്നപ്പോ പറഞ്ഞറിയാമോ? അണ്ണാ എനിക്ക് നല്ലൊരു വേഷം ഉണ്ടെങ്കിൽ തരണേന്ന്. അപ്പൊ അവനൊരു വേഷം കൊടുത്തപ്പോ നിനക്ക് പക്ഷെ നിനക്ക് അറിയാവുന്ന പണി തന്നെയാണോ നിനക്ക് ജഡ്ജി ആയിട്ട് തന്നത്? ഏതാണ്? നിന്റെ പണിയിലും കൊട്ടോടിയുണ്ട്, ജഡ്ജിക്കും കൊട്ടോടിയുണ്ട്. നിനക്ക് അറിയാവുന്ന സാധനം. സമാധാനം അല്ലെങ്കിൽ ഇളക്കോലെ ഓടി വന്ന് അടിച്ച് ഉറപ്പിക്കാല്ലോ. ഞാൻ നിങ്ങളുടെ ഒരു കാര്യം പറയാം. ഞാൻ നിങ്ങളുടെ പറയാം, ഇവിടെ ക്യാമ്പിൽ ഫൈനൽ റിഹേഴ്സൽ പോലും കഴിയാറോ ഈ സ്റ്റേജിൽ വന്ന ആർക്കും ഡയലോഗ് പറഞ്ഞുകൂടാ. 3 വർഷം മുമ്പ് ഞാൻ തന്ന സ്ക്രിപ്റ്റ് തന്നെ. ഇത് പഠിക്കാത്തോണ്ടല്ലടാ ഞാൻ ഈ പരിപാടി കൊടുക്കായിരുന്നത്. ഇത് അന്ന് ബുക്ക് ചെയ്ത പരിപാടിയാണ്. ഈ വർഷം കളിച്ചില്ലെങ്കിൽ അവർ കൊന്നുകളയും. പറയാമോ? ഞാൻ എഴുതിയല്ലേ? ആരാ അഡ്ജസ്റ്റ് ചെയ്ത് പോകൂടെ? ഞാൻ ഒരു സൈഡ്. നിങ്ങൾ രണ്ടാമത്തെ സീനിൽ എന്റെ അടുത്ത് വന്ന് പറയുന്ന ഡയലോഗ് പറ. നിങ്ങൾ രണ്ടാമത്തെ സീനിൽ എന്റെ അടുത്ത് വന്ന് പറയുന്ന ഇവള് വരുത്തില്ലേ ഈ കൊച്ചു, ഇവള് വരുമ്പോഴുള്ള ഡയലോഗ് പറ. സുഖം തന്നെയെന്ന് നിനക്ക്. ഇതാണ് ഡയലോഗ്. പിന്നെ ഒരാളെ കാണുമ്പോൾ ആദ്യം സുഖം തന്നെ എന്നല്ലേ ചോദിക്കണത്? എന്റെ പൊന്നളിയാ, ഇയാളെ കൊല്ലാൻ വേണ്ടിയാണ് കൊണ്ടു നടക്കണേട്ടാ. ഞാൻ അഡ്വാൻസ് ചെയ്യാം. നമുക്ക് ഈ സ്ക്രിപ്റ്റ് ഇവിടെ മേശപ്പുറത്ത് പിരിത്ത് വയ്ക്കാം. അതല്ലേ നടക്കുള്ളൂ. അതേ നടക്കും. സംശയമുള്ള സാധനം ഇവിടെ ഒന്ന് നോക്കിയാൽ മതി. പിന്നെ വേറൊരു കേസ്, നിങ്ങൾ ഇങ്ങോട്ട് പണിപ്പിക്കാൻ വരണ്ട. ഒരു ട്രൂപ്പിന്റെ മോലയുടെ എന്ന രീതിയിൽ ഇത് എങ്ങനെ കൊണ്ടുപോകണമെന്ന് എനിക്കറിയാം. മനസ്സിലേ? ഇങ്ങോട്ട് ആരും കയറി പാപ്പിച്ചണ്ട കേട്ടാ കേട്ടാ കേട്ടാ. നിങ്ങൾക്ക് വല്ല കർഷകന്റെ നാടകം എടുത്തോളൂ. ഈ കോടതിയൊക്കെ എടുത്ത് ഉള്ള ഇംഗ്ലീഷും എന്നെ കൊണ്ട് പറ്റില്ല കേട്ടോ. ഇത് നീ പോയി ആളുണ്ടോ നോക്ക് ഫ്രണ്ടിൽ കർഷകന്റെ ഇടയിൽ കിടപ്പോ. അയ്യോ അണ്ണാ, പെരിഞ്ചനം, ഭയങ്കര ജനം. അയ്യോ പറമ്പ് നിറയെ ആൾക്കാർ. ആരാ എന്റെ മുതലാളി? ഇതിന്റെ മുതലാളി ആരാ? അല്ല പേയ്മെന്റ് ഒന്ന് തരാനായിരുന്നു. രാജ വിളിക്കണ്ട. നിനക്ക് മുതലാളിയാവാൻ പറ്റോടാ? ഞാൻ ജഡ്ജിയുടെ ഡയലോഗ് പോലും ഇതുവരെ പഠിച്ചില്ല. പിന്നെ ഇനി മോലാളി അങ്ങോട്ട് ഉണ്ടാക്കുന്നത് അത് തന്നെ പഠിക്കുന്ന പാടേന്. എനിക്കും പറ്റില്ല മോലാളിയായിട്ട് അഭിനയിക്കാനൊന്നും. മുതലാളി പൈസ വാങ്ങിയില്ലേ? ഒരു വന്നതല്ലേ? എന്റെ പാന്റ് വേണ്ട മുതലാളി എന്ന് പറയുകയും ചെയ്യും. ഇതാണോ? ഇതാണോ? ഇല്ല, ഇതാണ് നമ്മുടെ ഇതാ പിടിക്കൂ, മേടിച്ചോളൂ.
ഇത് ഇത്രയും മടി മടിയെന്ത് അർഹിക്കകത്ത് വാങ്ങിക്കുമ്പോ ഒരു വല്ലാത്ത നെഞ്ചിൽ ഇല്ല അല്ല ആപത്ത് വരും നമുക്ക് എല്ലാവരും ഒരുമിച്ചല്ലേ വരും നമുക്ക് അനുഭവിക്കാം അല്ല ഇപ്പൊ എന്ത് ചെയ്യാനാ വാങ്ങിച്ചിട്ടും വലിയ കാര്യമൊന്നുമില്ല കഴിയുമ്പോൾ അവര് തിരിച്ചു വെച്ചിട്ടൊക്കെ പോവും. നിങ്ങളിപ്പോ വാങ്ങിയത് പരിപാടി കഴിയുമ്പോ നമുക്ക് എല്ലാവരും കൂടെ ഒരുമിച്ച് വാങ്ങാം. അതെ ചേട്ടാ, ഞങ്ങള് കമ്മിറ്റിക്കാരെ സംബന്ധിച്ച് ഇത് ഞങ്ങളുടെ ഒരു ജീവൻ മരണ പോരാട്ടമാണ്. ഞങ്ങൾക്ക് ഞങ്ങള് അഭിനയിച്ചവരിക്കും മരിച്ചഭിനയിക്കും അല്ല, ഞങ്ങള് രണ്ട് കരക്കാരാണ്. അപ്പൊ പരിപാടി നടത്തണല്ലേ? ഇവിടെ അപ്പൊ അവര് നമ്മുടെ പരിപാടി തകർക്കാൻ നോക്കിക്കൊണ്ടിരിക്കണേ. ഇന്നലത്തെ ഗാനമേള മറ്റക്കരക്കാരായിരുന്നു. അതെ അതെ, സൂപ്പർ ആയിരുന്നു അത്. പിന്നെ അതെ, ഇത് നമ്മുടെ പരിപാടിയാണ്, തകർക്കണം. പിന്നെ ഒരു കാര്യം, അവര് പൊളിക്കാൻ നോക്കുന്നുണ്ട്, സൂക്ഷിച്ചോളണം. അങ്ങനെയാണെങ്കിൽ ആദ്യമേ പൊളിയാൻ സാധ്യത ഉണ്ട്. അവന്മാർ ആദ്യം തന്നെ പൊളിയാൻ സാധ്യത ഉണ്ട്. അവന്മാർ പ്രശ്നം ഉണ്ടാക്കൂലേ? അങ്ങനെ നമ്മളെല്ലാം കളിച്ച് കളിക്കില്ല. ഇല്ലടാ, നാടകം പൊളിഞ്ഞാൽ അവന്മാരെ തലയെ കൊണ്ടിരിച്ചു. പിന്നെ ടെൻഷൻ ഒന്നും വേണ്ടേ വേണ്ട. എന്ത് ടെൻഷൻ അല്ലേ? ആർക്കും ഒരു ടെൻഷനും ഇല്ല. അതല്ലത്, ഇതേക്ക് രണ്ട് വണ്ടി പോലീസുകാരവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ചിലപ്പോ പോലീസ് നാടകം പൊളിക്കാൻ ചാൻസ്. അതാണ് അല്ലേ എന്തെങ്കിലും വിധത്തിൽ അമ്മാര് പൊളിക്കുവാതെ നമ്മളെ ഒന്നും പറയരുത്. പറയരുത്. ഇവര് ഇടയ്ക്ക് ബഹളം ഉണ്ടാക്കിയാൽ ചിലപ്പോ ഡയലോഗ് തെറ്റും. കോൺസെൻട്രേഷൻ വേണം. എന്തായാലും പരിപാടി ഗംഭീരമൊക്കെ മതി. ഗാനമേളക്കാർക്ക് പാടിക്ക് പോയാൽ മതി. അതെ. തട്ടക്കരുന്ന് മമ്മൂക്ക പറഞ്ഞ കേട്ടിട്ടുണ്ടല്ലോ, തട്ടക്കരുന്ന് മുട്ടാതെ രണ്ട് വാക്ക് പറയാൻ പറ്റുമെന്ന്. അതെ. അതാ പറഞ്ഞു. അത് പറ്റിയ എന്തായാലും ഇത് തകർക്കണം നിങ്ങൾ. അപ്പൊ ഓൾ ദി വെരി ബെസ്റ്റ്. ഓക്കെ ചേട്ടാ, ഒരു മിനിറ്റ്. മെയ് മേഷായോടെ നാടൻ കഴിഞ്ഞിട്ട് പോരായോ? അതല്ല, പരിപാടി തകർത്തറിയല്ല, ഒരു ഫുൾ കോച്ചാണ്, മറക്കരുത്, തകർക്കണം. ഓക്കെ, ഏവർക്കും വർക്കല ദർശന തിയേറ്റേഴ്സിന്റെ സ്നേഹവന്ദനം. വർക്കല ദർശന തിയേറ്റർ ഈ വർക്കല എന്നുള്ള പേര് മാറ്റാൻ പറ്റും. എന്ത് വർക്കില്ല ദർശന തിയേറ്റർ എന്നിടാൻ പറ്റും. എന്റെ മുതലാളി ഇയാളെ എന്തിനാ നമ്മുടെ ഗ്രൂപ്പിൽ അംഗമാക്കി? അവൻ പറഞ്ഞതിലും കാര്യമുണ്ട്. 3 കൊല്ലമായി ഇപ്പൊ ആദ്യമായിട്ടാണ് നാടകം കളിക്കുന്നത്. ഞാൻ ആർക്കും പറക്കില്ല. ചങ്ങനാശ്ശേരി അതുല്യം കളിച്ചാൽ മതിയായിരുന്നു. പോവാത്തത് പിന്നെ ഇവിടെ നാടകം വേണ്ടേ? നിങ്ങൾ എന്റെ മുതലാളി നിങ്ങൾ മാനസികമായിട്ട് തകർക്കാതെ ഒരു നാടകം കിട്ടിയപ്പോൾ അത് വൃത്തിയായിട്ട് ചെയ്യാൻ നോക്കും. അപ്പുറം ഇപ്പുറം അങ്ങനെ വേദനിപ്പിക്കാൻ മുതലാളി പറയാം. മുതലാളി പരിപാടി ഒപ്പിച്ചപ്പോ എന്നെ പറഞ്ഞടാ. മുതലാളി ചെയ്യും. മുതലാളി വർക്കല ദർശന തിയേറ്റേഴ്സിന്റെ 7ാമത് നാടകം. എപ്പോഴും നാടകത്തിന്റെ പേര് കേൾക്കുമ്പോ മിക്കവാറും ബിബിക്സ് എന്ന് വിചാരിക്കും. പേരുണ്ടോ നാടകത്തിന്റെ പേര്? കൂച്ചുവിലങ്ങ്. എടാ ഭ്രാന്തന്മാരെ, ഒരുമിച്ച് പറയടാ. വർക്കല ദർശന തിയേറ്റേഴ്സിന്റെ ഒരുമിച്ച് എല്ലാം പറയണേ. ആളില്ലാത്ത കാടാ വിളിച്ചോണ്ട് 7ാമത് നാടകം കൂച്ചുവിലങ്ങ്. എടാ, പേരെങ്കിലും ഒരുമിച്ച് പറയടാ. നീ പറയാത്തെന്ത്? ഞാന് ഒരുമിച്ചല്ലല്ലോ നിങ്ങളോട് വന്നത്, ഞാൻ ബസ്സിലല്ലോ വന്നത്. പിന്നെ ഞാൻ പറയണ കാര്യം അല്ലല്ല, നിക്ക് പൈസ തന്നാളില്ലേ, അതിനെ എന്നോട് പറയാം പരിപാടി കഴിഞ്ഞിട്ട് സ്കോച്ച് തരാം. സത്യം സ്കോച്ച്. ഞാൻ ഇങ്ങനെ സംസാരിച്ചിടയ്ക്ക് ഇങ്ങനെ കാണിച്ചു. അപ്പായൊക്കെ മനസ്സിലായി എന്നെ വിളിച്ചിട്ട് അതാ പറഞ്ഞു. നീ അതൊക്കെ ഒപ്പിക്കാൻ കാലാണ്. നാടകം കഴിഞ്ഞാൽ കിട്ടും. വർക്കല ദർശന തിയേറ്റേഴ്സിന്റെ 7ാമത് നാടകം സ്കോച്ച് വിലങ്ങ്. ഒരുമിച്ച് 3, 4 കൂച്ചുവിലങ്ങ്. പ്രിയരെ, കഥാപാത്രങ്ങളും വേഷമിടുന്നവരും അഡ്വക്കേറ്റ് നന്ദഗോപാൽ മാരാർ, സർവശ്രീ മനോജ് കാട്ടാക്കട, പ്രതി സർവശ്രീ മണമ്പൂർ ബിജുദാസ്, ജഡ്ജിയും സെറ്റ് വർക്കറും ഉണ്ണി പാപ്പനങ്കോട്, വിധവ ചേരപ്പള്ളി അംബിക. നാടക രചനയും സംഗീതവും സംവിധാനവും നിർമ്മാണവും പിന്നെ അഡ്വക്കേറ്റ് അനന്തകൃഷ്ണമൂർത്തിയും സർവശ്രീ രാംലാൽ. നിങ്ങളെ പേര് ഒറ്റൊരു ഭാഗമൊന്നല്ല. അത് വീട്ടില്, ഇത് തട്ടിലും. നാടകം ആരംഭിക്കുന്നു. കൂച്ചുവിലങ്ങ്. അയ്യോ ഈശ്വര, നിന്റെ കറുത്ത ഷാളുണ്ടാ? എന്തിന്? എന്റെ കോട്ട് കണ്ടില്ല, തോളിലിട്ടോണ്ട് വരാം. ഞാൻ ഇപ്പൊ എങ്ങനെ ഒന്ന് കേസ് നിന്റെ കറുത്ത ഷാള് എന്റെ കോട്ട് കണ്ടില്ല. എന്റെ കോട്ട് ഭയങ്കര വെയിറ്റ് കേട്ടോ. എന്റെ രണ്ടെണ്ണം ഭാര്യട്ടേക്കണം. ഒന്നെന്റെ ഒരെണ്ണം കുറ, നിനക്കെന്നെ 2 കോട്ട്. മുടി വെട്ടാൻ പോണ തിരിച്ചു അപ്പഴില്ല. ഒരു കൈ എവിടെടാ? കത്തം പൊക്കല്ലേ, കത്തം പൊക്കല്ലേ.
പൊന്നണ്ണ എപ്പോ ഒന്ന് എത്താത്ത ഒരു ബാൻഡ് വാങ്ങി തന്നെ എന്റെ അപ്പോൾ എടി കണ്ടപ്പോ പറയാ ഓക്കെ മ്യൂസിക്. യെസ് യുവർ ഓണർ. മുതലാളിയല്ലേ എന്നെ ഓണർ? ഞാൻ തുടങ്ങിയപ്പോഴും എന്നെ ഓണർ ആക്കുന്നത്. നീ നാടകം പഠിച്ചിട്ട് എല്ലാവരും കൂടി എന്നെ ഇടിക്കാനോ? ഞാൻ ഓണറാണെന്ന് പറഞ്ഞു. എടാ പൊട്ട, ഓണർ എന്ന് പറഞ്ഞ ജഡ്ജി. ഞാൻ പിന്നെ ഹലോ ജഡ്ജി എന്ന് വിളിച്ചാൽ പോരെ? കേസ് നമ്പർ 1/24. എന്റെ കക്ഷി ബിജുദാസിനെ വിസ്തരിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട കോടതി അനുവാദം തരണം. എന്റെ മുതലാളിയുടെ സെറ്റ്, മുതലാളിയുടെ കർട്ടൻ എല്ലാം മുതലാളിയുടെ. പിന്നെ മുതലാളി കാര്യങ്ങൾ വിളിച്ച് സംസാരിക്കണമെങ്കിൽ മുതലാളി അങ്ങ് വിളിച്ചാൽ പോരെ? എന്നോട് അനുവാദം ചോദിക്കണം. മുതലാളിയോട് സംസാരിക്കും. പിന്നെ യവനം കാണുമായിരുന്നെങ്കിൽ ഒരു അനുവാദം ഞാൻ കൊടുക്കത്തില്ലായിരുന്നു. മുതലാളി നമുക്ക് ശമ്പളം തന്നെ. മുതലാളി ഇഷ്ടമുള്ള ആളെ വിളിച്ച് സംസാരിക്കും. മുതലാളി ഞാൻ എന്റെ കക്ഷിയെ വിളിക്കട്ടാ? വിളി. പ്രിയരെ, നിരവധി ടെലിവിഷൻ പ്രോഗ്രാമുകളുടെ ശ്രദ്ധേയനായ ഞങ്ങളുടെ അനുഗ്രഹീത കലാകാരൻ ബിജുദാസ് മണപ്പൂരിന് വെൽക്കം ടു ദ സ്റ്റേജ്. ഈ സ്റ്റേജിലേക്ക് സ്നേഹോഷ്മളമായ സ്വാഗതം. മെഗാഷോല്ല നാടകം. എന്റെ കക്ഷി ബിജുദാസ് മണമ്പൂർ ഹാജരുണ്ടോ? ഉണ്ട്. വായം തുറന്നിക്കാതെ കയറി വാടാഞ്ഞോട്ട്. വലിയ നടനാ. നമ്മള് സെറ്റ് വർക്കാർ ഇരുന്നപ്പോ സൂഹിക്കുന്നില്ല. എന്നായിരുന്നോ? ബഹുമാനപ്പെട്ട കോടതിക്ക് സുഖം തന്നെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. തോന്നുന്നേ. ഞാൻ എന്റെ കേസിന്റെ പേപ്പർ എടുക്കാൻ വേണ്ടി വന്നതാണ്. കേസിന്റെ പേപ്പർ? അത് എന്റെ കേസിന്റെ പേപ്പർ. കേസിന്റെയാണ്. അതെ. ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ എന്റെ കക്ഷി സന്തോഷത്തോടെ കുടുംബത്തോടെ ജീവിച്ചിരിക്കുകയാണ്. ചേരപ്പള്ളി അംബിക. അദ്ദേഹത്തിന്റെ ഭർത്താവ് ഒരു കർഷകനായിരുന്നു. ഒരു ദിവസം പാവയ്ക്ക എടുക്കാൻ വേണ്ടി വയലിൽ പോയപ്പോൾ പുറകിൽ നിന്ന് കുത്തി അദ്ദേഹത്തെ കൊല്ലുകയായിരുന്നു ഈ നിൽക്കുന്ന പ്രതി. എന്റെ കക്ഷിയെ വാദിക്കുവാൻ വേണ്ടി, വിസ്തരിക്കുവാൻ വേണ്ടി ക്ഷണിക്കുവാൻ ഞാൻ താഴ്മയായി അപേക്ഷിച്ചുകൊള്ളുന്നു. മുതലാളി പറഞ്ഞാൽ നമ്മൾ കേറ്റും. എന്റെ പൊന്നു സുഹൃത്തെ, എന്റെ കഞ്ഞി പാറ്റിടരുത്. ഞാൻ ആരെങ്കിലും വിളിച്ച് കയറ്റിട്ട് പിന്നെ എന്നെ ഇവിടുന്ന് പിരിച്ചുവിടാം. കേറ്റാൻ പറഞ്ഞു. ചേരപ്പള്ളി അംബിക ഹാജരുണ്ടോ? കുറച്ച് വെള്ളം കുടിച്ചോട്ടെ. ഭർത്താവ് മരിച്ചു. ഇതുവരെ ഒരു ആഹാരം പോലും കഴിച്ചിട്ടില്ല. അങ്ങനെ ഞാനാണ് പറഞ്ഞത് വരുന്നതിന് മുമ്പ് കുറച്ച് വെള്ളം കുടിച്ചിട്ട് വരാൻ. യെസ് യുവർ ഓണർ. മാറിപ്പോയി. യുവർ ഓണർ, ഇതാണ് എന്റെ കക്ഷി. മുതലാളി, ഇതാദ്യത്തെ റിഹേഴ്സൽ തന്നെ ഞാൻ മനസ്സിലാക്കിയതാണ് എന്റെ കക്ഷി. ഇത് നാടകോടെ ജീവിതമല്ല. അല്ല, എന്റെ ആശി മുടക്കുന്നവൻ ഞാൻ പിണിങ്ങസിയാന്ന് മതിക്കുന്നത്. അഭിനയിക്കാൻ വരുന്നവനെ കക്ഷിയായി. വാദിക്കൂ പ്ലീസ്. ഇത് വാദിച്ചിട്ട് എന്താ നീ കൊണ്ടുപോയില്ലേ? വാദിക്കുന്നതൊക്കെ നമ്മൾക്ക് അറിയുന്നുണ്ട്. പ്രതി യുവർ ഓണർ, എന്തോ കാര്യം? എന്റെ കക്ഷിയെ വിസ്തരിക്കാൻ അനുവദിക്കണം. ഭയങ്കര വിസ്തീർണം. ശംഖുമുഖം വേളി ഇവിടെയാണ് കൂടുതൽ വിസ്തീർണം നടക്കുന്നത്. അല്ല, കഴിഞ്ഞ ആഴ്ച വർക്കല ഉണ്ടായിരുന്നു. ഒരു എളുപ്പമില്ലല്ലോ. Your Honor, I have very something not only but also very odd kind old man tossed. You have sketched the connection diagram, prepared the tools and materials list for the connection diagram. You are not only but also your husband the back coat and un many body no scam must off. I very something done. I have very something. Your Honor, I not only I very not high stack body loose make it top. Will have in the car 60, 70. Very nice of the car himself. I have told me. No telling us. You're visiting you with selling how in the party door. I come in doors. Okay? You are absolutely right, sir. Thank you. Yes, proceed. Yes, proceed. അതാണ് യുവർ ഓണർ. ബഹുമാനപ്പെട്ട കോടതി, സാധാരണ കേരളത്തിലുള്ള ഒരു സാധാ കോടതിയിൽ മലയാള ഭാഷ പറയാതെ മലയാള ഭാഷയെ അപമാനിക്കുന്ന രീതിയിൽ ഇംഗ്ലീഷ് പറഞ്ഞ് ഇദ്ദേഹത്തെ തൂക്കിക്കൊള്ളണമെന്ന് കോടതിയോട് താഴ്മയെ അപേക്ഷിക്കും.
മോലാളി പറഞ്ഞ തൂക്കക്കുള്ള അവന്റെ ചപ്പക്കുരി പാലെടുത്ത് കടിക്കുന്നതാ നീ മോലെടുത്ത ഇത്ര നീ സംസാരിച്ചത് നീ നാണോ നിനക്ക് ശമ്പളം തരുന്ന മോലാളിയിലൂടെ You proceed, sir. Proceed. You will not bear your statement. Come on. Tell me. Tell me. അടുത്ത ഇംഗ്ലീഷ് കേള് പറയണ. സെക്ഷൻ നമ്പർ 364 ഭാഗം 2. നിങ്ങൾക്കും ഞങ്ങൾക്കും ഇടവേള. സ്ക്രിപ്റ്റ് കാണാനല്ലേ എന്റെ സ്ക്രിപ്റ്റ് അവ എടുത്താണ് അവ എടുത്ത് എടാ ഭ്രാന്ത എന്റെ ഇംഗ്ലീഷ് ജഡ്ജി യുവർ ഓണർ. പോയാ? എവിടെ പോയാ? താഴത്തെ രണ്ട് ആണിയത് ഒരു ആട്ടം ഹലോ. പറ. മണിക്കൂറിൽ സിറ്റിങ്ങിന് 1 ലക്ഷം രൂപ വാങ്ങുന്ന ഒരു അഭിലാഷാണ് ഞാൻ. അഭിലാഷ അഭിഭാഷ. എന്റെ അടുത്ത് നിങ്ങൾ കൂടുതൽ കളിക്കാൻ വരരുത് മകനെ. നീ ഈ കൊച്ചിന്റെ ഭർത്താവിനെ മാത്രമല്ല പല ആൾക്കാരെയും നീ കൊന്നിട്ടുണ്ട്. നീ പ്രതിയാണ്. നീ എത്ര കാലം കൊണ്ട് ആൾക്കാരെ കൊന്നിട്ടുണ്ടോ? പറ. ഞാൻ ജനിച്ച എന്റെ 28 അന്നോട്ട് ഞാൻ പ്രതിയാണ് സാർ. Your Honor, you are please not to the point. ജനിച്ച അന്ന് മുതൽ 28 കെട്ടുന്ന അന്ന് മുതൽ ഇദ്ദേഹം പ്രതിയാണ്. അതെങ്ങനെയാ അന്ന് പോലെ നീ പ്രതിയായത്? എന്റെ പേര് പ്രദീപ് എന്നല്ലേ, വീട്ടിൽ തന്നെ പ്രദീപ് എന്നാണ് വിളിക്കുന്നത്. ആ കേസല്ലേ ചോദിച്ചത്? ആ കേസാണ് ചോദിച്ചത്. അല്ലടാ പിന്നെ ഇത് നാടകത്തിലെ കേസല്ല. യുവർ ഓണർ, ഞാൻ ഒരു തെറ്റ് ചെയ്തില്ല യുവർ ഓണർ. എന്നെ വെറുതെ വിടണം യുവർ ഓണർ. നീ വെറുതെ വിടും, നിന്നെ വെറുതെ വിടായിരിക്കും. സെറ്റി പിടിച്ചിട്ട് കുറുക്കരുത്. ഞാൻ രണ്ട് ആണിയിൽ രണ്ട് നട്ടിലൂടെ നിർത്തിയിരിക്കുന്നു, മനസ്സിലായില്ല? അല്ലാതെ ഇങ്ങനെ എന്നുള്ള അഭിനയം മതി, കുലിക്കുള്ള അഭിനയൊന്നും വേണ്ട. മിസ്റ്റർ നന്ദകോപാൽ മാരാർ, ഇതുപോലത്തെ നിരവധി അനവധി പ്രതികൾക്ക് തൂക്കുകയർ മേടിച്ചു കൊടുത്തിട്ടുള്ള ആളാണ് ഞാൻ. നിന്റെ കോടതിക്ക് എന്താ ഒരു കയറ് വാങ്ങാനുള്ള പൈസ ഇല്ലേ? ഒരു തൂക്കറൊക്കെ വാങ്ങി കൊടുക്കാൻ അത്രയ്ക്ക് ദാരിദ്ര്യോ നിന്റെ കോടതി? പോയി തൂങ്ങിച്ചവിടെ. യു ആർ ഓണർ. അതുപോലെ ഇനിയിപ്പോ എന്ത് ചെയ്യാന്ന്? നിങ്ങളാ അവനാ നായകൻ, അവൻ കൊണ്ട് കയറിയാണ്. എന്റെ കക്ഷിയെ ഇയാളെ തൂക്കിക്കൊല്ലണമെന്ന് താഴ്മയായി അപേക്ഷിച്ചു കൊള്ളുകയാണ്. രണ്ടുപേരും എങ്ങനെയാണ് ഒരു കയറി തൂക്കിക്കൊള്ളുന്നത്? എന്റെ കക്ഷി ഇയാളെയോ? എന്റെ ഈ നിൽക്കുന്ന കക്ഷി വെറും നിരപരാധിയാണ്. അദ്ദേഹത്തെ വെറുതെ വിടണമെന്ന് ഞാൻ കോടതിയോട് താഴ്മയെ അപേക്ഷിക്കുന്നു. യെസ് യുവർ ഓണർ. വിധി പറ. ഞാൻ നിരപരാധിയാണ്. ഈ കൊലപാതകം നടക്കുമ്പോൾ ഞാനങ്ങ് ഗോവയിലായിരുന്നു. അയ്യോ എന്റെ ഡയലോഗ് അന്നത് എന്റെ ഡയലോഗാണ്. ബഹുമാനപ്പെട്ട കോടതി, കാണിച്ചാ തീരട്ടെ. ഈ നിൽക്കുന്ന എന്റെ കക്ഷിയും ആ നിൽക്കുന്ന അവരും അവരുടെ ഭർത്താവിനെ മനഃപൂർവ്വം രണ്ടുപേരും ചേർന്ന് കുത്തിക്കൊന്നതിന് ശേഷം നാട് വിടുന്ന സമയത്താണ് ഇവരെ പോലീസ് പിടിച്ചത്. നോ, എനിക്ക് ഇവിടെ വിശ്വാസമുണ്ട്. ഇവൾ അങ്ങനെ ചെയ്യില്ല. ഇവളോ? അല്ല, എന്റെ കക്ഷി എനിക്ക് വിശ്വാസമുണ്ട്, അങ്ങനെ ചെയ്യില്ല. അതെ. ഡയലോഗറാ നിന്റെ. ചീറിപ്പാഞ്ഞു വന്ന വെടികുണ്ടുകൾക്ക് മുന്നിലും ബ്രിട്ടീഷുകാരുടെ പീരങ്കിക്ക് മുന്നിലും നെഞ്ചും വിരിച്ചു നിന്ന ധീര വനിതയാണ് ഞാൻ. ഈശ്വര, 3 വർഷം മുമ്പ് കളിച്ച ഝാൻസി റാണി നാടകത്തിലെ ഡയലോഗാണ് ഇതിനകത്ത് പറയണത്. ഇവളെയൊക്കെ ഞാൻ എന്തൊരു ചേട്ടാ, ഇതിനൊക്കെ വിളിക്കട്ടെ, ഞാൻ പറഞ്ഞല്ലേ. റാണി ലക്ഷ്മിബായ്, ഡച്ചുകാരുടെ പടയുടെ മുന്നിൽ നിന്റെ പട വേറെ നിനക്ക് ഡയലോഗ് ഇപ്പോഴും ഓർമ്മ? പഴയ നാടകം അത് കണ്ട്. ഇത് പുതിയ നാടകമാണ്. ഇതിന്റെ പഠിക്കാതെ എന്നെ കൊല്ലാൻ പറ്റുന്ന കാലമാണ്. യുവർ ഓണർ, പാല് പോലെ പരിശുദ്ധമായ എന്റെ കക്ഷിയുടെ ജീവിതം ഇരുട്ടു മുറിയിലേക്ക് അടച്ച ഇന്നരാധിപനെ കൂച്ചുവിലങ്ങണയൂ. മുതലാളി, ഇവൻ ഇത്രയും കട്ടയ്ക്ക് പറയണമെങ്കിൽ എന്തെങ്കിലും കാര്യം കാണും കേട്ടോ. ഒന്ന് ആലോചിച്ചിട്ട് പറയുന്നതായിരിക്കും നല്ലത്. അഡ്വക്കേറ്റ് അനന്തകൃഷ്ണമൂർത്തി 40-40 വർഷമായിട്ട് കോടതിയിലെ ചുറ്റുവല്ല ഇങ്ങനെ കിടക്കുകയാണ്. എനിക്കറിയാം, എന്റെ കൂടെ നിന്നില്ല. ഞാൻ പഠിച്ച നിയമവും നിയമപാലകരും. അനർത്ഥമായ തെറ്റുകൾ എന്നിലേക്ക് വന്ന് കയറി. അതുകൊണ്ട് എന്റെ വായിൽ നിന്നും വാക്കുകൾ വരുന്നില്ല. അതുകൊണ്ട് എനിക്ക് മനസ്സിലായി എന്റെ ഈ കക്ഷി കുറ്റവാളിയാണ്. ഇനി ബഹുമാനപ്പെട്ട കോടതിക്ക് തീരുമാനിക്കാം ഇദ്ദേഹത്തെ എന്ത് ചെയ്യണമെന്ന്. മാപ്പ്. അല്ലയോ നീതിപീഠമേ, എനിക്കെന്റെ തെറ്റ് ബോധ്യപ്പെട്ടു. സത്യം അത് മറന്നേക്ക് എന്നായാലും പുറത്തു വരും. എന്റെ തെറ്റിനുള്ള കുറ്റം ഏറ്റുവാങ്ങാൻ ഞാൻ മനസ്സ
തയ്യാറെടുത്ത് കഴിഞ്ഞു. എവിടെ കൂച്ചവിലങ്ങൾ? എന്റെ കൈകൾ അണിയിക്കും. വിലങ്ങ് അടുത്തത് വിലങ്ങിട് വിലങ്ങവിടെ ഓർഡർ ഓർഡർ ഓർഡർ. ഇവിടെ കിടന്ന് തപ്പിടി യാതൊരു കാര്യമില്ല. ആ കോസ്റ്റ്യൂം പെട്ടിക്കകത്തുണ്ട്, അവിടെ പോയി എടുത്തിട്ട് വാ. ഈ കോട്ടും ഒക്കെ എടുത്ത സമയത്ത് അതും കൂടെ എടുത്ത് കൈ വെക്കണ്ടായിരുന്നു. നിങ്ങൾ ഭയങ്കര നാടകക്കാരാന്ന് പറഞ്ഞാൽ വിലങ്ങെടുത്തില്ലേ? വേണ്ട, കൂച്ചവിലങ്ങ് വേണ്ട. ഞാൻ അനുസരണമുള്ള കുട്ടിയെ പോലെ നിങ്ങളെ കൂടെ വരാം. വിലങ്ങ് വേണ്ട. അങ്ങനെ വേണ്ട, അത് നിയമത്തിനെതിരാണ്. അത് വേണോ? അത് മതി. പിന്നെ വിലങ്ങില്ല എന്ത് ചെയ്യാൻ പറ്റും? ഇതൊന്ന് അവസാനിപ്പിച്ച് കിട്ടട്ടെ എന്റെ ജീവിതം. ഒടുവിൽ ഈ വിലങ്ങില്ലാത്ത കൈകളുമായി ഞാൻ കാരാഗ്രഹത്തിലേക്ക് പോട്ടെ. ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. താക്കോല്. ആ കൂച്ചുവിലങ്ങിന്റെ താക്കോല്. പൂച്ചവിലങ്ങിന്റെ താക്കോലല്ല, ഈ ഓഡിറ്റോറിയത്തിന്റെ താക്കോല്. അതെന്തിന്? നിന്നെയൊക്കെ പൂട്ടിയിടാൻ. അപ്പൊ എന്ന് തുറന്നു വിടും? തുറന്നു വിടുന്നില്ല. നീയൊക്കെ എന്ന് ഈ നാടകം കാണാതെ പഠിക്കുന്നോ അന്ന് ഇവിടെ നിന്ന് തുറന്നു വിടും. അപ്പൊ ഞങ്ങൾ ആഹാരമൊക്കെ തരും. നാടകം പഠിച്ച് ഇവിടെ കളിച്ചിട്ട് പോയാ മതി. നിന്നെ ഞാൻ തുറന്നു വിടാം, കാരണം നീ ഒരു തൊഴിലാളിയാണ്. പക്ഷെ ഇവന്മാരുണ്ടല്ല, ഇവന്മാര് നാടകത്തിനെ അവഹേളിക്കുന്നവന്മാരാണ്. അല്ല അതെ എനിക്കൊരു ഉപകാരം ചെയ്യണം. എന്താണ്? അല്ല, ഞാൻ നമ്മുടെ മുതലാളിയാണ്. അപ്പൊ മുതലാളിയുടെ കയ്യിൽ നിന്ന് ശമ്പളം മേടിച്ചാണ് നമ്മളെല്ലാം അന്നം കഴിക്കുന്നത്. അപ്പൊ മുതലാളി എങ്ങനെ ഒരു വാക്ക് ഇങ്ങനെ ഇട്ടിട്ട് പോകുമ്പോ നമുക്കൊരു നീ എന്താ പറഞ്ഞു പറഞ്ഞ ഇവരെ തുറന്നു വിടാനാണ്? അയ്യോ അതല്ല, പിന്നെന്താ? ആദ്യം പറഞ്ഞില്ലേ സ്കോച്ചിന്റെ കാര്യം, അതിന് കിട്ടിയായിരുന്നു എനിക്ക് അടിച്ചിട്ട് എനിക്കൊക്കെ പോവായിരുന്നു. എന്നാ പിടിച്ചോ.